ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിൻ്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ പ്രകാശനെ തീരെ അവശ്യ നിലയിൽ കല്യാണിയും കിരണും ഹോസ്പിറ്റലിൽ വന്ന് അഡ്മിറ്റ് ആക്കുകയാണ്. പ്രകാശന് ന്യൂമോണിയയാണെന്ന് അറിയുമ്പോൾ കല്യാണിക്ക് ഒരുപാട് വിഷമം തോന്നുന്നുണ്ട്. എന്തായാലും പ്രകാശനെ കാണാൻ വേണ്ടി കാർത്തികയും അതുപോലെ കാദംബരിയും കൂടി എത്തുമ്പോൾ അവരെ വഴക്ക് പറയുന്നുണ്ട് കല്യാണി. നിങ്ങൾ രണ്ടുപേരും എത്തിയോ? ഞാൻ നിങ്ങളോട് പറഞ്ഞതില്ല അച്ഛനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം, തീരെ വയ്യ എന്ന്. അപ്പം നിങ്ങൾ ഞാൻ പറഞ്ഞത് കേട്ടില്ലല്ലോ, ഇപ്പം കണ്ടില്ലേ തീരെ വയ്യാതെ ആൾ കിടക്കുകയാണെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എന്തായാലും 3 പെൺമക്കളും അച്ഛനെ കാണാൻ വേണ്ടി റൂമിലേക്ക് കയറുകയാണ്. മാസ്ക് ഒക്കെ ധരിച്ചിട്ടാണ് കയറുന്നത്. ആ സമയത്ത് അവര് കല്യാണി വിളിക്കുന്നുണ്ട്, അച്ഛ അച്ഛ എന്നിങ്ങനെ വിളിക്കുകയാണ്. അപ്പോൾ പ്രകാശൻ കണ്ണ് തുറക്കുന്നുണ്ട്. കല്യാണിയുടെ ആ വിളികൾ കേൾക്കുമ്പോൾ തന്നെ പ്രകാശന്റെ മനസ്സിന്റെ ഉള്ളിൽ ഒരു സന്തോഷം. അങ്ങനെ അവൻ അത് കണ്ണ് തുറന്നു നോക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ഞാനാണ് അച്ഛ, കല്യാണിയാണ്. അച്ഛൻ്റെ 3 പെൺമക്കളും അച്ഛൻ്റെ അരികിൽ തന്നെ ഉണ്ട് എന്നിങ്ങനെ പറഞ്ഞിട്ട് അവർ 3 പേരും ആ മുഖത്ത് നിന്ന് ആ മാസ്ക് എടുത്ത് മാറ്റി കാണിച്ചു കൊടുക്കുകയാണ് മുഖം. അപ്പോൾ പ്രകാശന് ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. എന്തായാലും പ്രകാശന്റെ മനസ്സിൽ സന്തോഷം വരുമ്പോൾ തന്നെ പകുതി ജീവൻ വെച്ചതുപോലെയാണ്. അവനിപ്പോൾ പകുതി അസുഖം മാറിയതുപോലെ തോന്നുന്നു. എന്തായാലും അതിനുശേഷം അവർക്ക് 3 പേരോടും ഇങ്ങനെ അവനിങ്ങനെ മാസ്ക് മുഖത്ത് വെച്ചിരിക്കുകയാണല്ലോ, ഓക്സിജൻ മാസ്ക്. അപ്പൊ സംസാരിക്കാൻ അധികം പറ്റുന്നില്ലെങ്കിലും 2 കൈകളും കൂപ്പി അവരോട് നന്ദി പറയുകയാണ് ചെയ്യുന്നത്. അച്ഛൻ ഞങ്ങളോട് നന്ദി ഒന്നും പറയണ്ട, അച്ഛന് വിഷമിക്കാതിരിക്കും, ഞങ്ങൾ അച്ഛന് ഇവിടെ പുറത്ത് തന്നെയുണ്ട്, എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്തോളാം, അച്ഛന് ഇനി ഒരു കുറവും ഞങ്ങൾ വരുത്തില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് വാക്കൊക്കെ കൊടുക്കുന്നുണ്ട്. എന്തായാലും ആ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ പ്രകാശിന് ഒരുപാട് സന്തോഷമാവുകയും ചെയ്യുകയാണ്. അതിനുശേഷം പുറത്തേക്ക് വന്നിട്ട് എന്തായാലും ആശുപത്രിയിൽ വേണ്ട കാര്യങ്ങളെല്ലാം തന്നെ വന്നും പോയും 3 പെൺമക്കളും വേണ്ട കാര്യങ്ങളെല്ലാം അച്ഛന് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴായിരിക്കും വിക്രം പരോളിൽ ഇറങ്ങി എന്നൊരു സത്യം മനസ്സിലാക്കുന്നത്. അങ്ങനെ പെട്ടെന്ന് തന്നെ കാർത്തികയും കല്യാണിയുടെ വീട്ടിലേക്ക് കാറിൽ വന്ന് ഇറങ്ങി ഇങ്ങോട്ട് വരികയാണ്. അപ്പോൾ ആ സമയത്ത് ഒരു 2 വീലറിൽ ഒരാൾ വേഗത്തിൽ 2 വീലർ ഓടിച്ച് വന്നിട്ട് അവിടെ സ്റ്റാൻഡിട്ട് വണ്ടി നിർത്തിയിട്ട് തൻ്റെ ഷർട്ടിന്റെ പുറകിൽ നിന്ന് ഒരു വലിയൊരു ഇരുമ്പ് വടി എടുക്കുകയും അതുപോലെ തന്നെ കല്യാണിയെ തട്ടിയിടുകയും കാർത്തികയെ തല്ലാൻ വേണ്ടി ഓങ്ങുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ അത് വിക്രം തന്നെയാണ്. വിക്രത്തിനൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഇവരെ എന്തായാലും കാര്യങ്ങളൊക്കെ പണി പാളി പോകുന്നുണ്ട്. ഇവരെ തൊടാൻ പോലും പറ്റുന്നില്ല. അങ്ങനെ അതിനുശേഷമാണെങ്കിൽ നമ്മുടെ പ്രകാശിനോട് കല്യാണി ഈ ഒരു കാര്യം പറയുന്നുണ്ട്. അച്ഛൻ്റെ മകൻ ജയിലിൽ നിന്ന് പരോളിൽ ഇറങ്ങിയിട്ടുണ്ട്, ഞങ്ങളെ 2 പേരെ ഉപദ്രവിക്കാൻ നോക്കി എന്ന കാര്യം പറയുമ്പോൾ പ്രകാശിന് സഹിക്കാൻ പോലും പറ്റുന്നില്ല. വിക്രത്തിനെ എങ്ങനെയെങ്കിലും കൊന്നു കളയണമെന്ന് തന്നെയാണ് പ്രകാശിൻ്റെ മനസ്സിൽ. എന്തായാലും ഉടനെ തന്നെ പ്രകാശിൻ്റെ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ മാറുന്നുണ്ട്. അതിനുശേഷം പ്രകാശൻ നമ്മുടെ വിക്രത്തിനെ സ്നേഹത്തോടു കൂടി തന്നെ അരികിലേക്ക് വിളിച്ചു വരുത്തി തൻ്റെ പെൺമക്കളെ ഉപദ്രവിക്കാതിരിക്കാൻ മകന് എന്തെല്ലാം ചെയ്യാൻ സാധിക്കുമോ അതൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ സന്തോഷത്തോടു കൂടിയുള്ള ജീവിതം, അതുപോലെ തന്നെ പ്രകാശൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിട്ടുള്ള ഓണത്തിന് എല്ലാവരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയും പ്രകാശൻ സ്വപ്നം കണ്ടതുപോലെ തന്നെ പെൺമക്കൾക്ക് ആ ഓണസദ്യ ഉരുളയാക്കി ഉരുട്ടി അവരുടെ വായിലേക്ക് വെച്ചു കൊടുക്കുകയും തിരിച്ച് മക്കളുടെ കയ്യിൽ നിന്ന് അച്ഛൻ ഒരുരുള ചോറ് കഴിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും പ്രകാശിൻ്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഭാഗമൊക്കെയാണ്. അതിനുശേഷം തൻ്റെ അമ്മയും പ്രകാശിൻ്റെ അരികിലേക്ക് വരുന്നുണ്ട്. എല്ലാവരും നല്ല സന്തോഷത്തിൽ തന്നെയാണ് ഇനി അങ്ങോട്ട് ജീവിക്കാൻ പോകുന്നത്. ആരെന്ത് ശത്രുക്കൾ ഇവർക്കുണ്ടെങ്കിലും അതൊക്കെ തകർക്കാൻ തന്നെയാണ് പ്രകാശിന്റെ തീരുമാനം. എന്തായാലും കാത്തിരുന്ന് കാണാം അങ്ങനെ ഒരു എപ്പിസോഡിനൊക്കെ ആയിട്ട്. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക്